ദൈവത്തിൻ്റെ ധന്യവും ശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനൽ കൂടി തിരുവചനത്തെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. സർവശക്തനായ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്തെ ദൈവിക ചിന്ത എന്ന് പറയുന്നത് അനർത്ഥങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വിട്ടുമാറാതെ ഒന്നുമാറി അനർത്ഥങ്ങൾ ജീവിതത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ രോഗമെന്ന അനർത്ഥം, അല്ലെങ്കിൽ സാമ്പത്തികമെന്ന അനർത്ഥം, അല്ലെങ്കിൽ ജോലി സംബന്ധമായുള്ള അനർത്ഥങ്ങൾ, മറ്റ് പലവിധമാകുന്ന അനർത്ഥങ്ങളാൽ ഒന്നുമാറി ജീവിതത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ നാം പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്, ഈ അനർത്ഥത്തിൽ നിന്നും എനിക്കൊരു മോചനം ഇല്ലയോ? ഈ അനർത്ഥത്തിൽ നിന്നും ദൈവം എനിക്കൊരു വിടുതൽ തരത്തില്ലയോ? എൻ്റെ കഷ്ടപ്പാടിൽ നിന്നും എനിക്കൊരു മാറ്റം തരത്തില്ലയോ? എൻ്റെ പ്രതികൂലത്തിൽ നിന്നും എനിക്കൊരു മാറ്റം തരത്തില്ലയോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സർവശക്തനായ ദൈവം പറയുന്നു, അനർത്ഥങ്ങളുടെ നടുവിൽ നിന്നും ദൈവാത്മാവ് നമ്മെ വിടുവിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. അതിനാധാരമായിട്ട് ഒരു തിരുവചന വേദവാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോനയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യമാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവർ തങ്ങളുടെ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ച് അത് വരുത്തിയതും ഇല്ല. അനർത്ഥത്തിൽ നിന്നും നിനവയെ വിടുവിക്കുവാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അവരുടെ പ്രവൃത്തി, അവരുടെ ദുർമാർഗം, അവരുടെ ജീവിത ശൈലി അവർ മാറ്റി ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായപ്പോൾ അവരുടെ പ്രവൃത്തി ദൈവം കണ്ടു. മുന്നമേ തങ്ങളായിരുന്ന സാഹചര്യത്തിൽ നിന്ന് അവർ വേർതിരിക്കപ്പെട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായപ്പോൾ, അവരുടെ ഈഗോ എന്ന അനുഭവത്തെ മാറ്റാൻ തയ്യാറായപ്പോൾ, അവരുടെ നിഗളമെന്ന ഭാവത്തെ മാറ്റാൻ തയ്യാറായപ്പോൾ ദൈവാത്മാവിന്റെ പ്രവൃത്തി നിനവയിൽ മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണമിടയായി തീർന്നു. അവിടെ വായിച്ച വാക്യം ഇങ്ങനെയാണ്: അവർ തങ്ങളോട് ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്തളത്തിലെ ദുർമാർഗങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ മത്സരബുദ്ധികളെ, നമ്മുടെ ജീവിതത്തിലെ ഞാനെന്ന ഭാവത്തെ, നമ്മുടെ ജീവിതത്തിലെ അഹങ്കാര ഹൃദയത്തെ അത് വിട്ടുമാറ്റി എന്ന് തങ്ങളുടെ പ്രവൃത്തികളാൽ ദൈവം കണ്ടപ്പോൾ ദൈവാത്മാവ് നിനവയെ കുറിച്ച് അനുതപിക്കുവാൻ, അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവിക വചനത്തിൽ നിന്ന് ദൂത് വിളിച്ചു പറയാം, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ അനർത്ഥങ്ങൾ വിട്ടുമാറാതെ ഇരിക്കുന്നതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ചില ഈഗോയുടെ അനുഭവങ്ങളും ചില നിഗളത്തിന്റെ അനുഭവങ്ങളും ചില ഞാനെന്ന ഭാവത്തിന്റെ അനുഭവങ്ങൾ കൊണ്ടുമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ ലഭിക്കുവാൻ കഴിയാതെ പോകുന്നത്. സർവശക്തനായ ദൈവം പറയുന്നു, അവരുടെ പ്രവൃത്തികളാൽ അവർ പെർഫെക്റ്റ് ആണെന്ന് കണ്ടപ്പോൾ ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ച് ആ അനർത്ഥം അവർക്ക് വരുത്തിയതുമില്ല എന്ന് പറയുന്നു. ആ വചനങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. അവര് തങ്ങളെ തന്നെ താഴ്ത്തി അവരൊരു അട്ടുടുത്തു.
വെണ്ണീറിലിരുന്നു. രട്ടുടുക്കുക എന്ന് പറയുമ്പോൾ താഴ്മ ധരിക്കുക എന്ന ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് ഏറ്റവും ഉത്തമമായിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് തന്റെ താഴ്മയാണ്. രണ്ടാമത് കാണിക്കുന്നത് അവൻ ചാരത്തിൽ അല്ലെങ്കിൽ വെണ്ണീറിലിരുന്നു. വെണ്ണീർ എന്ന് പറയുമ്പോൾ ചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയോളം തങ്ങളെ താഴ്ത്താൻ തയ്യാറായി വന്ന് താഴ്മ ധരിച്ച് ദൈവസന്നിധിയിൽ തങ്ങൾ താഴ്മ ധരിച്ച് പൊടിയോളം തങ്ങളെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കാൻ തയ്യാറായപ്പോൾ ദൈവാത്മാവ് അവരുടെ ജീവിതത്തിൽ വരുത്തുമെന്ന് പറഞ്ഞ പ്രതികൂലത്തിൽ നിന്നും വിടുതലയിക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൂത് പറയാം, ആമേൻ. ജീവിത മേഖലകളിൽ ദൈവസനിൽ തന്നെ ഒന്ന് താഴ്ത്താൻ തയ്യാറാകുന്നു എങ്കിൽ, തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, ദൈവസന്നിധിയിൽ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, തന്റെ പ്രവൃത്തി കണ്ടിട്ട് ദൈവാത്മാവ് തന്റെ ജീവിതത്തിലെ അനർത്ഥത്തെ മാറ്റി വരുത്തുമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ വരുമെന്ന് ചിന്തിച്ച പ്രതികൂലത്തെ ദൈവാത്മാവ് അഴിച്ച് പുതിയൊരു അനുഭവത്തിലേക്ക് ദൈവം മാറ്റുവാൻ തക്കവണ്ണമിടയായി തീരും. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത ഏത് വിഷയത്താലാണോ നിങ്ങൾ ഭാരപ്പെടുന്നത്, ആ വിഷയത്തിന്റെ നടുവിൽ ദൈവസന്നിധിയിൽ താഴ്മ ധരിച്ച അവൻ തങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രത്യാശയിൽ മുന്നേറുവാൻ തയ്യാറാകുന്നു എങ്കിൽ ദൈവം നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം നൽകി തരും. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.